നമസ്കാരം. പാറശാല വിജയൻ സ്പീക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് ഒരു ആദരാഞ്ജലി സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ വളരെ വലിയൊരു വില്ലനിസം പ്രകടമാക്കി കടന്നു വന്ന് മലയാള സിനിമാ പ്രേക്ഷകരെ കയ്യിലെടുത്ത നമ്മുടെ പ്രിയങ്കരനായ അനശ്വരനായ ബാലൻ കെ നായരുടെ മകൻ മേഘനാഥൻ മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിങ്ങൾക്കൊപ്പം ഞാനും ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. മലയാള സിനിമയിലായാലും തമിഴ് സിനിമയിലായാലും ഇപ്പോൾ ശിവാജി ഗണേശൻ്റെ മകൻ പ്രഭുവായാലും പ്രേംനസീറിൻ്റെ മകൻ ഷാനവാസ്, മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ എന്ന് തുടങ്ങി ജയറാമിൻ്റെ മകൻ MG സോമൻ്റെ മകൻ, അങ്ങനെ മക്കൾ എന്ന് പറയുന്ന ഒരുപാട് മക്കളായി കടന്നു വന്ന് സിനിമാ മേഖലയിൽ അച്ഛന്മാരുടെ ആ ഒരു കൈത്താങ്ങോടെ അവരുടെ ഒരു സംരക്ഷണയോടെ സിനിമാ മേഖലയിൽ കടന്നു വന്ന മുൻകാല സിനിമ നടീനടന്മാരുടെ മക്കളിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും ആ നിരയിൽ ഇത്രയ്ക്ക് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നടൻ സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ TG രവിയുടെ മകൻ വന്നു, വില്ലനായി വന്നു, അയാൾ തിളങ്ങുന്നത് പോലെ, മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ വന്ന് തിളങ്ങുന്ന പോലെ, ജയറാമിൻ്റെ മകൻ വന്ന് തിളങ്ങുന്ന പോലെ, അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ടല്ലോ. ഒരുപാട് മുൻകാല നടന്മാരുടെ മക്കളിങ്ങനെ വന്ന് പോകാറുണ്ട്. പക്ഷേ ഒരു സ്ഥാനം ഉറപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. 50ഓളം സിനിമകളിലൂടെ അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അഭിനയ രംഗത്ത് അതേ പാറ്റേണിൽ വില്ലനിസത്തിലൂടെ ഒരു 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 നല്ല ഒരു ശൈലിയിൽ രീതിയിൽ മലയാള സിനിമയിൽ, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരുപാട് സീരിയലുകളിലും അഭിനയിച്ചിരുന്നു. മേഘനാഥൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ ശൈലിയും രീതിയും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒന്നാണ്. ഒരുപാട് പേരുടെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് പേരുടെ മക്കളിങ്ങനെ വന്നിട്ടൊക്കെ പോയി, പക്ഷേ അവരൊന്നും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. പക്ഷേ ബാലൻ കെ നായർ എന്ന് പറയപ്പെടുന്ന അതുല്യ നടൻ്റെ, അദ്ദേഹം ഒരു നാടകക്കാരനായി, കുതിരവട്ടം പപ്പുവിനെ പോലെ കോഴിക്കോട്ട് നിന്ന് ഒരുപാട് നാടകക്കാർ സിനിമയിലോട്ട് വരികയുണ്ടായി. ഒരുപാട് ആളുകൾ കോഴിക്കോട്ട് നിന്ന് സിനിമാ മേഖലയിൽ കടന്നു വന്നവരുണ്ടായി. ആ കൂട്ടത്തിൽ കുതിരവട്ടം പപ്പുവിനോടൊപ്പം, കുട്ടിയുടെ ദേവദാസിക്കൊപ്പം, അതുപോലെ തന്നെ ഒരുപാട് IV ശശിക്കൊപ്പം, അതുപോലെ തന്നെ ബാലൻ കെ നായർ വളരെ മികവാർന്ന തികഞ്ഞ ഒരു അഭിനയ ശൈലിയുടെ ഒരു ഉടമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് മലയാള സിനിമയിൽ തൻ്റേതായ ഒരു സ്ഥാനം അടയാളപ്പെടുത്തി കടന്നുപോയി. ശ്രീ മേഘനാഥൻ്റെ വളരെ ചെറുപ്പത്തിലേ പോയിരിക്കുന്നു, 60 വയസ്സ്. മേഘനാഥൻ്റെ അകാല നിര്യാണത്തിൽ നമ്മുടെ പാറശാല വിജയൻ സ്പീക്കിംഗ് എന്ന നമ്മുടെ ഈ സംരംഭത്തിൻ്റെ, ഈ ചാനലിൻ്റെ പേരിലുള്ള, എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും പേരിലുള്ള, എൻ്റെ പേരിലുള്ള ഹൃദയം നൊന്ത ആദരാഞ്ജലികൾ ശ്രീ മേഘനാഥന് അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നന്ദി, നമസ്കാരം.